ഫേസുള്ള വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, എനിക്കുണ്ടാകുന്ന സബ്സ്ക്രൈബേഴ്സ് 2 സബ്സ്ക്രൈബേഴ്സാണ്, വേറെ 2 സബ്സ്ക്രൈബേഴ്സ്. അത് ഞാൻ ആർക്കും അയച്ചിട്ടുണ്ടായിരുന്നില്ല, ഈവൻ ടു മൈ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആർക്കും ഞാൻ അത് അയച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഡിസംബർ 2024 ACC റിലേറ്റഡ് ആയിട്ട് ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഫേസ് വെച്ചിട്ട് തന്നെയാണ്. അതാണ് ഞാൻ ഷെയർ ചെയ്തത്. അത് എല്ലാവർക്കും കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തപ്പോൾ അപ്പോൾ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സാണ് 27 സബ്സ്ക്രൈബേഴ്സൊക്കെ. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ എന്തോ കുറച്ച് റീച്ച് ആവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് 52 സബ്സ്ക്രൈബേഴ്സ് എന്തോ എനിക്ക് കിട്ടി. പിന്നെ അത് അവിടെ നിന്ന് അങ്ങനെ കയറി 200 300 അങ്ങനെ പോയി. അതോടൊപ്പം തന്നെ ഞാൻ വീഡിയോസ് ഇടാനും തുടങ്ങി. അതായത് ഫസ്റ്റ് വീഡിയോ ആണ് ACC. അതൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യണ രീതി എന്നുള്ളത് കേട്ടോ. വെയിറ്റ്, ഇതാ ഇങ്ങനെ ഓരോ പോയിന്റ് എഴുതും, അതിനെപ്പറ്റി പറയും. അങ്ങനെയാണ് ഞാൻ ചെയ്യുക. കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ബാക്ക് ക്യാമറയിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണത്, ലൈറ്റിങ് എങ്ങനെ, അതൊന്നും എനിക്ക് മനസ്സിലാവില്ല. സെൽഫി ക്യാമറയിൽ വീഡിയോ എടുത്താൽ അതിൽ ക്ലിയർ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ബാക്ക് ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത്. വോട്ടെവർ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് വീഡിയോ അല്ലേ, ശരിയാവണമില്ല. കുറേ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, കുറേ ഞാൻ എടുത്തു. അതായത് ഇൻട്രൊഡക്ഷൻ വീഡിയോ കുറേ നമ്മൾ എടുത്തിട്ട് ശരിയായില്ല. അപ്പം അങ്ങനെ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എൻ്റെ വോയിസ് ചേഞ്ച് ആവുന്നതും സ്പീഡ് ആവുന്നതും ടോണ് മാറുന്നതും ഒക്കെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. കുറച്ച് ക്ഷമ കുറവാണ് എനിക്ക്, ഭയങ്കര കുരിച്ചിലാണെന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറയും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. അതോടൊപ്പം തന്നെ അതിൻ്റെയൊക്കെ ഒരു ഇത് ആ വീഡിയോസിലൊക്കെ കാണാനുണ്ട്, പണ്ടത്തെ വീഡിയോസിൽ. ഇപ്പം ഞാൻ കുറച്ച് സ്ലോ ആവാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ചേച്ചി വിളിച്ച് പറഞ്ഞു, പണ്ടത്തെക്കാട്ടിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് വീഡിയോസിലൊന്നും. എനിക്കത് കാണാനില്ല, ബട്ട് ഇമ്പ്രൂവ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ അത് വേറെ ഒരാൾ വേണ്ടി വന്നു അതങ്ങനെ അഷ്യൂർ ചെയ്യാന്നുള്ളത് ഭയങ്കര വിഷമകരമായൊരു സംഭവമാണ്. ഞാനത് അറിഞ്ഞില്ല ഇമ്പ്രൂവ് ആയത്. എനിവേ, ദാറ്റ്സ് ഗ്രേറ്റ്, റൈറ്റ്? അപ്പോൾ നിങ്ങൾക്ക് കാണാം എത്രയും ലോയിൽ നിന്ന് എവിടേക്ക് എത്തി എന്നുള്ളത്. അത് നമ്മുടെ കണ്ടിന്യൂസ് വർക്കിൻ്റെ ഒരു എന്താ പറയുക, റിസൾട്ടാണെന്ന് തന്നെ പറയാം. ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോസൊക്കെ അട്ടർ ക്രിഞ്ചാണ്, ബട്ട് ഐ സ്റ്റിൽ കെപ്റ്റ് ദാറ്റ് ബിക്കോസ് വൈ? അത് പിന്നെ നമുക്ക് എടുത്ത് നോക്കുമ്പോണ്ടല്ലോ, ഇതിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു വന്നതെന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവും. ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യൽ കുറയ്ക്കും. ദാറ്റ്സ് ഓൾ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മൈൻഡ് കൺട്രോൾ. വീഡിയോ ഒന്നും ശരിയായില്ലെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേഷനാണ്. അതായത് ഒരു ലിമിറ്റഡ് ടൈം ഉണ്ട് ഈ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ദിവസം മൊത്തം ഇരുന്ന് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പോൾ കുറച്ച് നേരം എൻ്റെ കയ്യിലല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വിളി വരും, എന്തത്ര നേരം എന്നൊക്കെ ചോദിച്ചിട്ട്. എനിവേ, അതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആവും പറയാം. വീഡിയോ എടുക്കാനും പെട്ടെന്ന് തീർക്കാനും ശരിയാവില്ല, അങ്ങനെയൊക്കെ ഒരു അതൊന്നും കുഴപ്പമില്ലല്ലേ. അടുത്തത്, ഞാൻ വീഡിയോന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എഡിറ്റിംഗ് ആപ്പ് ഗാഡ്ജറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതിപ്പോൾ എവിടെ നിന്നോ അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ്. ഫോണ് പിന്നെ ആസൂസിൻ്റെ ഒരു ഫോണാണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ കോഴി അല്ലെങ്കിൽ കാക്ക, ഇതാണ് എൻ്റെ പ്രശ്നം. ഞാൻ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് എടുത്തു, ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ശോകമാണ്. ഫുള്ള് കാക്കക്കരച്ചിൽ കോഴിക്കരച്ചിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ വീഡിയോസ് എടുക്കുന്നത് എൻ്റെ ആസൂസ് ഫോണിലാണ്. ഇത് എവിടെ നിന്നും അടിച്ച് മാറ്റിക്കൊണ്ടുവന്നതാണ്. പിന്നെതാ എക്സാം കിറ്റ്, ന്യൂസ് പ്രിൻ്റ്, റൈറ്റിംഗ് പാഡ്, വേണം, ഇത്രയേ ഉള്ളൂ. പിന്നെ എഡിറ്റ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ക്ലിപ്പ് ചാമ്പ് പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പിലാട്ടോ എഡിറ്റ് ചെയ്യുന്നത്. ACC സ്റ്റുഡൻസ് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് വന്ന് പറഞ്ഞു, ചേച്ചി ഓരോന്നും പറഞ്ഞു കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയായി എന്നൊക്കെ. അപ്പം ഉണ്ടല്ലോ, എന്നോട് ഇതൊക്കെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ വന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ പേടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നിങ്ങൾ പേടിക്കുന്നത് വിചാരിച്ചിട്ട് പറഞ്ഞതുമല്ല.
ജസ്റ്റ് നിങ്ങൾക്ക് അവെയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ്. അതായത് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നം വരും, അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആവുക, അത്രമാത്രം. അത് നിങ്ങൾ പേടിച്ച് ഇതാവൊന്നും വേണ്ട. നമുക്ക് പറ്റുമെന്ന് വിചാരിച്ച കാര്യങ്ങൾ എന്തായാലും പറ്റും. നമ്മൾ പറ്റുമെന്ന് വിചാരിക്കണം, എന്നാലേ അത് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് നടക്കാൻ തന്നെ പോണില്ല. ഓക്കെ, നല്ല ദിവസമായിട്ട് തന്നെ കേട്ടില്ലേ? ശരി.